ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ ആനുവൽ എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. മാത്സിലെ നാളെ നിങ്ങൾക്ക് എക്സാം, നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം അല്ലേ. ആക്ടിവിറ്റി 1 എന്താ കൂട്ടുകാരെ? കാലണ്ടർ ആൻഡ് ക്ലോക്ക്. കലണ്ടറും ക്ലോക്കും. ദ കലണ്ടർ ഓഫ് ഏപ്രിൽ 2026 ഈസ് ഗിവൺ ബിലോ. അപ്പോൾ 2026 ഏപ്രിൽ ഒരു കലണ്ടറാണ് നമ്മൾക്ക് നൽകിയിട്ടുള്ളത് അല്ലേ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫിൽ ഇൻ ദ മിസ്സിംഗ് ഡേറ്റ്സ് ഇൻ ദ കാലണ്ടർ. അപ്പോൾ ഈ കലണ്ടറിലെ മിസ്സിംഗ് ഡേറ്റ്സ് നമ്മളോട് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് മിസ്സായിട്ടുള്ളത്? യെസ്, 6, then 14, 16, 10, 22. യെസ്, കംപ്ലീറ്റ് അല്ലേ? ഓക്കെ, ഇനി നോക്കൂ. ഹൗ മെനി മൺഡേസ് ആർ ദർ ഇൻ ഏപ്രിൽ 2026? എത്ര മൺഡേസ്, എത്ര തിങ്കളാഴ്ചകൾ ഉണ്ടെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എത്ര തിങ്കളാഴ്ചകളാണുള്ളത് നോക്കൂ. സൺഡേ, മൺഡേ. 1, 2, 3, 4. അപ്പോൾ എത്ര തിങ്കളാഴ്ചകളുണ്ട്? 4 അല്ലേ. ദെൻ റൈറ്റ് ദ ഡേറ്റ്സ് ദാറ്റ് ഫാൾ ഓൺ മൺഡേസ്. മൺഡേസ് വരുന്നത് ഏതൊക്കെയാണ്? യെസ്, 6, 13, 20 and 27 അല്ലേ. ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് വൺ നമ്പർ പാറ്റേൺ ഫ്രം ദ കാലണ്ടർ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നമ്പർ പാറ്റേൺ ഈ കലണ്ടറിൽ നിന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഏത് എഴുതാം? യെസ്, 4, 11, 18, 25 വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? 3, 10, 17, 24 എഴുതാം. ഇവിടെ നമുക്ക് 4, 11, 18, 25 എന്ന് എഴുതാം. അല്ലെങ്കിൽ എന്ത് എഴുതാം? 3, 10, അല്ലെങ്കിൽ 1, 2, 3, 4 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ആണല്ലോ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് എഴുതാവുന്നതാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാർക്ക് ദ ടൈം ഓൺ ദ ക്ലോക്ക്. 7 o'clock ആണല്ലേ. അപ്പോൾ എങ്ങനെയാണ് വരയ്ക്കുക? 7 o'clock. 7 o'clock ആണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. യെസ്, നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് വരച്ചു കൊടുക്കുക. ഇവിടെ ഇങ്ങനെ 7 o'clock ആണല്ലേ. ദെൻ ആക്ടിവിറ്റി 2 ഫൈൻഡ് ആൻഡ് റൈറ്റ് ആണല്ലേ. എന്താ പറഞ്ഞിട്ടുള്ളത്? ലുക്ക് ഇറ്റ് ദ ഒബ്ജക്ട്സ് ഗിവൺ ബിലോ. ഇവിടെ 4 ഒബ്ജക്ട്സ് നമുക്ക് നൽകിയിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റി 2 എന്ന് പറയുന്നത് എന്താണ്? ഫൈൻഡ് ആൻഡ് റൈറ്റ് എന്നുള്ളതാണ് അല്ലേ. ലുക്ക് ഇറ്റ് ദ ഒബ്ജക്ട്സ് ഗിവൺ ബിലോ. എന്ത് ചെയ്യുക? ഓരോന്നും നമ്മളോട് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 4 വസ്തുക്കളിൽ നൽകിയിട്ടുണ്ട്. ഏതൊക്കെയാണ് നൽകിയിട്ടുള്ളത്? ലേഡീസ് ഫിംഗർ ഉണ്ട്, സ്നേക്ക് ഗേർഡ് ഉണ്ട്, ഡ്രം സ്റ്റിക്ക് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ്? എങ്ങനെ നമ്മൾ എങ്ങനെ എഴുതും? ലെങ്ത് എങ്ങനെയാണ് കണ്ടെത്തുക? സ്ക്വയേഴ്സ് എണ്ണി നോക്കിയാൽ മതി അല്ലേ. ഇവിടെ നോക്കൂ, സ്ക്വയേഴ്സ് എണ്ണി നോക്കൂ. ലേഡീസ് ഫിംഗർ ആകുമ്പോൾ 1, 2, 3. അപ്പോൾ 3 ആണ് ലേഡീസ് ഫിംഗർ. ദെൻ ക്യാരറ്റ് 1, 2, ലെങ്ത് 2. ദെൻ സ്നേക്ക് ഗേർഡ് ഇതാ 1, 2, 2, 3, 4. അപ്പോൾ എത്രയാണ്? 4 അല്ലേ. ദെൻ ക്യാരറ്റ് നമ്മൾ പറഞ്ഞു. ഇനി ഏതാണുള്ളത്? ഇതുണ്ടല്ലേ, ഡ്രം സ്റ്റിക്ക് ഉണ്ട്. 1, 2, 3, 4, 5. ഓക്കെ, അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യാൻ? നിങ്ങൾക്ക് ലെങ്ത്ത് എഴുതാവുന്നതാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും ലെങ്ത്ത് നമുക്കിവിടെ എഴുതി കൊടുക്കാം. ലേഡീസ് ഫിംഗർ എത്രയായിരുന്നു? യെസ്, 3. ദെൻ സ്നേക്ക് ഗേർഡ് 4. ദെൻ ഡ്രം സ്റ്റിക്ക് 5. carrot 2. Okay, then arrange the vegetables from longest to the nearest. നിങ്ങൾ അപ്പോൾ ഫസ്റ്റ് ഏതാ വരിക? ഡ്രം സ്റ്റിക്ക് വരും അല്ലേ. ഫസ്റ്റ് ഡ്രം സ്റ്റിക്ക് എന്ന് എഴുതി കൊടുക്കുക. ദെൻ സെക്കൻഡ് ഏതായിരിക്കും? യെസ്, സ്നേക്ക് ഗേർഡ്. ദെൻ തേർഡ് ഏതായിരിക്കും? യെസ്, ലേഡീസ് ഫിംഗർ അല്ലേ, ലേഡീസ് ഫിംഗർ. ദെൻ ഫോർത്ത് ക്യാരറ്റ്. അപ്പോൾ ഈ ഒരു ക്രമത്തിൽ നിങ്ങളെവിടെ എഴുതി കൊടുക്കുക. ഫസ്റ്റ് ഡ്രം സ്റ്റിക്ക് എന്ന് എഴുതുക. ദെൻ നെക്സ്റ്റ് സ്നേക്ക് ഗോഡ് എഴുതുക. ദെൻ ലേഡീസ് ഫിംഗർ, ക്യാരറ്റ് ഒരു ക്രമത്തിൽ ഇവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, ദെൻ വിച്ച് ഈസ് ദ ലോങ്ങസ്റ്റ് എമംഗ് ദ ഗിവൺ വൺസ്. വിച്ച് ഈസ് ദ ലോങ്ങസ്റ്റ് എമംഗ് ദ ഗിവൺ വൺസ്. അപ്പോൾ തന്നിട്ടുള്ളതിൽ ലോങ്ങസ്റ്റ് ഏതാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കൂ, ഏതാണ് ഇതിൽ ലോങ്ങസ്റ്റ് എന്ന് പറയുന്നത്? അത് 2 ആണ് അല്ലേ. നോക്കൂ, ലോങ്ങസ്റ്റ് 2 ആണ്. ദെൻ വിച്ച് ഈസ് ദ ഷോർട്ടസ്റ്റ്? 3 ആണല്ലേ, 3. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ കാർഡ്സ് ആണ്. ജിതിൻ ഈസ് മേക്കിംഗ് 2-digit നമ്പേഴ്സ് യൂസിങ് ദ കാർഡ് 6, 5 and 7. ദ ലാർജസ്റ്റ് നമ്പർ ഫോംഡ് ബൈ ജിതിൻ. ലാർജസ്റ്റ് നമ്പർ ആണ് അല്ലേ, വലിയ നമ്പർ. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുക? ഏറ്റവും വലിയ സംഖ്യ എഴുതുക അല്ലേ. ലാർജസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ദ ലാർജസ്റ്റ് നമ്പർ 2-digit നമ്പർ ആണല്ലേ. അപ്പോൾ ഏത് എഴുതാം? നമുക്ക് 7ഉം 6ഉം എഴുതി കൊടുക്കാം അല്ലേ. 2-digit നമ്പറാണ്, ശ്രദ്ധിക്കണം. അപ്പോൾ 7ഉം 6ഉം എഴുതാം. അപ്പോൾ 76 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ലാർജസ്റ്റ് നമ്പർ നമുക്ക് കിട്ടി. ഏതാണ്? 76.
പിന്നെ ഏതാ പറഞ്ഞിട്ടുള്ളത് സ്മോളസ്റ്റ് നമ്പർ അല്ലേ. സ്മോളസ്റ്റ് നമ്പർ ഏതായിരിക്കും കൂട്ടുകാരെ? 2 ഡിജിറ്റ് നമ്പർ ആകുമ്പോൾ 56 എന്നേ നമുക്ക് എഴുതാം അല്ലേ. 56. Then which is the largest number or sum of digit is 10? ഏതാ വരുന്നത്? 91 അല്ലേ. 9ഉം 1ഉം കൂട്ടി 10 അല്ലേ. യെസ്. Then complete the pattern 61, 70, 79. നെക്സ്റ്റ് ഏതായിരിക്കും? യെസ് 88 അല്ലേ. 60, 170, then 79, 88, 97 അല്ലേ. ഓക്കെ. ദെൻ നെക്സ്റ്റ് നോക്കൂ 85, 79, 73. നെക്സ്റ്റ് എത്രയായിരിക്കും? യെസ് 67, ദെൻ 61 എന്ന് വരും അല്ലേ. ദെൻ 105, 115, 125. നെക്സ്റ്റ് ഏതാ? 135ഉം 145. എളുപ്പമല്ലേ. Okay, then activity 4 count and write down. Let the star bought by Meenu and friends for Christmas are given below. Then എന്താ ചോദിച്ചിട്ടുള്ളത്? എന്താ പറഞ്ഞിട്ടുള്ളത്? റൈറ്റ് ദ നമ്പർ ഓഫ് ഈച്ച് ടൈപ്പ് ഓഫ് വിച്ച് കളർ സ്റ്റാർ ഈസ് മോർ ഇൻ നമ്പർ. ഏത് കളർ സ്റ്റാർ ആണ് കൂടുതലായിട്ടുള്ളത്? യെസ് റെഡ് ആണല്ലേ. റെഡ് ഇവിടെ കളർ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടില്ല. റെഡ് നമ്പർ ആണ്. മോർ ഉള്ളത് റെഡ് ആണ്. ദെൻ ഹൗ മെനി മോർ ബ്ലൂ സ്റ്റാർസ് ആർ ദെൻ യെല്ലോ സ്റ്റാർസ്. ഇത് കൊടുത്തിട്ടുള്ളത് ക്ലിയർ അല്ല. ദെൻ 4 ആണ്. ബ്ലൂ 6. ഹൗ മെനി സ്റ്റാർസ് ആർ ദർ ഇൻ ടോട്ടൽ? ടോട്ടൽ എത്ര ഉണ്ടാവും? യെസ് ഹൗ മെനി മോർ ബ്ലൂ സ്റ്റാർസ് ആർ ദെൻ യെല്ലോ സ്റ്റാർസ്. അപ്പോൾ 6ന്ന് 4 മൈനസ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ. അപ്പോൾ 2 എന്ന ആൻസർ കിട്ടും. ദെൻ 5 + 4 അല്ലേ. ഹൗ മെനി സ്റ്റാർസ് ആർ ദർ ഇൻ ടോട്ടൽ എത്രയാണ്? 5 + 4 + 6 15 ആണ് വരുന്നത്. ഇത്തിരി ക്ലിയർ കുറവുണ്ട്. ഓക്കെ. ലെറ്റ്സ് ഫൈൻഡ് ദ പ്രൈസ്. കിരൺ വെന്റ് ടു ദ ഷോപ്പ് ടു ബൈ എ പെൻ, എ പെൻസിൽ ആൻഡ് എ എറേസർ. ദ നമ്പർ ഓഫ് ഐറ്റംസ് കിരൺ ബോട്ട് ആർ ഗിവൺ ഇൻ ദ ടേബിൾ. ഫൈൻഡ് ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് എന്നുള്ളതാണ് അല്ലേ. പെൻ 6, പ്രൈസ് ഓഫ് 1 ഐറ്റം എന്ന് പറയുന്നത് 10 രൂപയാണ് അല്ലേ. അപ്പോൾ ടോട്ടൽ പ്രൈസ് എത്രയായിരിക്കും? ടോട്ടൽ പ്രൈസ് എത്രയായിരിക്കും? യെസ് 60 ആണ് അല്ലേ. ആൻസർ എത്രയാണ്? 60. 6 10 വട്ടം കൂട്ടി നോക്കിയാൽ മതി അല്ലേ. അല്ലെങ്കിൽ 6 × 10. ദെൻ പെൻസിൽ 4 രൂപയാണ്. ഒരെണ്ണത്തിന് എത്ര രൂപയാണ്? 5 രൂപയാണ്. അങ്ങനെ 4 എണ്ണാണുള്ളത് അല്ലേ. അപ്പം 4 + 4 + 4 + 4 4 5 വട്ടം കൂട്ടി നോക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? 4നെ 5 കൊണ്ട് ഗുണിച്ച് നോക്കുക. ഓക്കെ. ദെൻ 7 നമ്പർ പ്രൈസ് ഓഫ് ഐറ്റം 2 എണ്ണാണ് അല്ലേ. പ്രൈസ് ഓഫ് 1 ഐറ്റം എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2 7 7 7 14. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഗുണിക്കാൻ അറിയുന്ന കൂട്ടുകാരാണെങ്കിൽ ഗുണിച്ച് നോക്കുക. ഇനി ടോട്ടൽ എമൗണ്ട് നമുക്ക് കണ്ടെത്താലോ. 60 + 20 + 14 എത്ര കിട്ടും കൂട്ടുകാരെ? 94. Then Naveen gave 100 rupees to the shopkeeper. How much money did he get back? 100 - 94 എന്ന് നോക്കാം അല്ലേ. എത്രയാണ് നമുക്ക് കിട്ടിയ ആൻസർ? 6 rupees അല്ലേ. ദ ഷോപ്പ് കീപ്പർ ഗാവ് 2 coins ആസ് ചേഞ്ച്. വിച്ച് കോയിൻസ് ആർ ഗിവൺ? 2 കോയിൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ കോയിൻസ് ആയിരിക്കാം? 5ൻ്റെയും 1ൻ്റെയും കോയിൻ ആയിരിക്കും അല്ലേ. 5ൻ്റെയും 1ഉം കോയിൻ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ. ബൈ.